In the President's address in Parliament, I started giving my speech. അപ്പോഴാണ് പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്നത്. ഈ അനക്കമില്ലാതിരുന്ന സമയത്ത് പ്രധാനമന്ത്രിയെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ വന്നപ്പോ പാർലമെന്റിൽ ഞാൻ പ്രസംഗിക്കാനായി ആഗ്രഹിച്ചു. They did not let me speak. പക്ഷേ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ട് പോലും എന്നെ അവിടെ പ്രസംഗിക്കാൻ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. Amit Shah got up. Prime Minister didn't allow me to speak. All the ministers were standing. Speaker stopped me again and again and again. ഞാൻ സംസാരിക്കാൻ എഴുന്നേറ്റ് നിന്നപ്പോ ഭരണപക്ഷ ബെഞ്ചുകളിൽ നിന്ന് പ്രധാനമന്ത്രിയും വേണ്ടപ്പെട്ടവരും എഴുന്നേറ്റ് നിന്ന് തടസ്സപ്പെടുത്താൻ ആരംഭിച്ചു. അമിത്ഷാ ഉൾപ്പെടെയുള്ള ആളുകൾ, കേന്ദ്രമന്ത്രിമാർ നിരവധി തവണ അവർ തടസ്സവാദം ഉന്നയിച്ചു. അതുമാത്രമല്ല, സ്പീക്കർ, രാജ്യത്തിന്റെ ജനാധിപത്യ അവകാശങ്ങൾ പാർലമെന്റിൽ സംരക്ഷിക്കാൻ ബാധ്യസ്ഥതയുള്ള സ്പീക്കർ, അദ്ദേഹം തന്നെ നേരിട്ട് നിരവധി തവണ എന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. For the first time in India's history, leader of opposition was not allowed to speak in the president's address. Never happened before. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി, ഇന്ത്യൻ പാർലമെന്റിന്റെ നടപടിക്രമങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഇന്ത്യൻ പ്രസിഡന്റിന്റെ പ്രസംഗത്തിന് മറുപടി പറയുന്ന കാര്യത്തിലുള്ള തടസ്സം നേരിടേണ്ടി വരുന്നത് ആദ്യത്തെ അനുഭവമായിരുന്നു. Why were they stopping me? Because they knew I was going to speak about the two issues that have trapped the Prime Minister of India. എന്നെ തടസ്സപ്പെടുന്നതിന്റെ കാരണം എന്താണ് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം ഞാൻ സംസാരിക്കാൻ എഴുന്നേറ്റാൽ അതീവ ഗുരുതരമായ, ഗൗരവതരമായ രണ്ട് കാര്യങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കി പറയാൻ ഞാൻ തയ്യാറായിരുന്നു. The first is 3.5 million Epstein files that have not yet been released. ഏറ്റവും പ്രധാനപ്പെട്ടത് എപ്സ്റ്റീൻ ഫയലുകളുടെ പട്ടികയിൽ 3.5 മില്യൺ ഫയലുകൾ ഇനിയും വെളിച്ചത്ത് വരാനുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു ഗുരുതരമായ സാഹചര്യം. Please understand, there are 3.5 million files which are still held secret by the US government. These files have information about the Prime Minister of India. 3.5 മില്യൺ സീക്രട്ട് ഫയൽസ്, രഹസ്യമായ ഫയലുകൾ എപ്സ്റ്റീൻ ഫയലുകളുടെ ഭാഗമായിട്ടുണ്ടെങ്കിൽ അതിനെ ഭയപ്പെടുന്നതിന്റെ കാരണം അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ അതിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പേരും ഉണ്ടായിരിക്കുമെന്ന ഭയമാണ് അവരെ ഭയപ്പെടുത്തിയിരുന്നത്. The information that has been released on Mr. Hardeep Puri and on Mr. Anil Ambani is targeted at the Prime Minister of India. ഹർദീപ് പുരി എന്ന കേന്ദ്രമന്ത്രിയെ സംബന്ധിച്ചും അനിൽ അംബാനി എന്ന ഈ ഭരണകൂടത്തിന്റെ ഇഷ്ടപ്പെട്ട തോഴനായ വ്യവസായിയെ സംബന്ധിച്ചുമുള്ള വിവരങ്ങൾ അത് അതിന്റെ ആരംഭം മാത്രമായിരുന്നു. ആ വിവരങ്ങളുടെ വഴി അത് നേരെ ചെന്നെത്തുമായിരുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയിലേക്കായിരുന്നു. And the second weapon held to the head of India's Prime Minister is the Adani case in America. രണ്ടാമത്തെ സമ്മർദ്ദം അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അനുഭവിച്ചതും അത് തുറന്നു പറയുമെന്ന് ഭയപ്പെട്ടതും ഈ പറയുന്ന അദാനി എന്ന് പറയുന്ന ഇന്ത്യയിലെ കോർപ്പറേറ്റ് ഭീകരൻ, ആ കോർപ്പറേറ്റിന്റെ താല്പര്യങ്ങളെ സംബന്ധിച്ചുള്ള ചില കേസുകൾ അമേരിക്കയിൽ സജീവമായി